തലവരയ്ക്കൊരു തിളക്കം വെച്ച പങ്കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. അനുഭവിക്കട മച്ചാനെ, അനുഭവിക്കട മക്കാനെ. തലവരയ്ക്കൊരു തിളക്കം വെച്ച പങ്കിടച്ച സൗഭാഗ്യം, ഇത് ശനിദശയുടെ ഒടുക്കം കിട്ടിയ സാക്ഷാൽ രാജയോഗം. കമ്മിക്ക് സാക്ഷാൽ രാജയോഗം, കമ്മികൾക്ക് സാക്ഷാൽ രാജയോഗം. ചൂട് ചൂട് ഭയങ്കര ചൂട്. നാട്ടുകാരൻ ചൂടിലാണ്, നാട്ടുകാർ മൊത്തത്തിൽ ചൂടിലാണ്. അല്ലല്ല, ആവേശ ചൂടിലല്ല, നിങ്ങളെ തല്ലാനുള്ള ചൂടിലാണ്. മൊത്തത്തിൽ നിങ്ങൾ അടപടലം വഹിച്ച് നക്കുന്നതിന്റെ കണക്കുകളാണല്ലോ ഓരോ ദിവസവും പുറത്തു വരുന്നത്. ദുരന്ത മുഖത്തും നിങ്ങൾ കൈയിട്ട് മാറുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. നല്ലതാണോ ഇത്? ഇത് ഭൂഷണമാണോ നിങ്ങൾക്ക്? ഞാൻ വയനാടിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഇതിന്. അപ്പൊ മനസ്സിലായി കമ്മിക്ക്. ഞാൻ പറയാതെ തന്നെ, ഞാൻ കാര്യം എന്താണെന്ന് പറയാതെ തന്നെ കമ്മിക്ക് ബോധ്യപ്പെട്ടു ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന്. അപ്പൊ വഹിച്ചു നക്കിയല്ലേ കുറെ. ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഇവർ ആഘോഷമാക്കുകയാണ്, ഇവർ ആഹ്ലാദിക്കുകയാണ്. പിന്നെ വയനാട്ടിൽ ഞങ്ങളല്ലാതെ ആരുണ്ട്? കാശാരുടെ? അപ്പം വയനാടിന് കേരളമുണ്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ വയനാടിന് ഞങ്ങളല്ലാതെ ആരുണ്ട് അങ്ങനത്തെ ഒന്നും വേണ്ട. കേരളമുണ്ട്, ഇവിടുത്തെ എല്ലാ മനുഷ്യരും വയനാട്ടുകാർക്കൊപ്പമാണ്. അതുകൊണ്ടാണ് CMDRFിലേക്ക് കണക്കില്ലാതെ ഒഴുകിയത്. 700 എത്ര കോടിയായിരുന്നു? 707 കോടി അല്ലേ? 707 കോടി കറക്റ്റ് അതാന്ന് തോന്നുന്നു കണക്ക്. പൂജ്യം എത്ര ഉണ്ടെന്ന് അറിയാവോ അതിന്? മതി, അധികം എണ്ണണ്ട കേട്ടോ. അതിന് അല്ലാതെ നിങ്ങളുള്ളത് കൊണ്ടല്ല ഇവിടെ വയനാട്ടുകാർക്ക് വീട് വന്നത് കേട്ടോ. എന്നിട്ട് ആ വീട് വെച്ചു കൊടുത്തതിനകത്ത് നിങ്ങൾ കാണിച്ച എച്ചിത്തരങ്ങൾ, നക്കിത്തരങ്ങൾ എന്തൊക്കെയാടോ? നമ്മളൊന്നും കാണിച്ചില്ല. മാനവരെ, നിങ്ങൾ അറിഞ്ഞിരുന്നോ അവിടുത്തെ വീടിന് വിള്ളല് കണ്ടുപിടിച്ചിട്ടുണ്ട്? 2 വീടിന് ഇപ്പോൾ വിള്ളല് കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ ഈ വിള്ളൽ ഉണ്ടായി? കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ മനുഷ്യർ നിങ്ങളുടെ CMDRFിലേക്ക് തന്നതല്ലേ? അപ്പോൾ ഏറ്റവും മികച്ചതല്ലേ അവർക്ക് വെച്ചു കൊടുക്കേണ്ടത്? ഈ വിള്ളൽ ഉണ്ടാകുന്നതും പൊട്ടലുണ്ടാകുന്നതും ഒക്കെയാണോ ആ പാവപ്പെട്ട മനുഷ്യർക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് എന്ത് കാര്യമാ? ആരാ പണി നടത്തിയത്? ആരാ? ഊരാളുങ്കൽ ആരായിട്ട് വരും? ഞങ്ങളുടെ മാമന്റെ മക്കളും. നിങ്ങളുടെ മാമന്റെ അല്ല, നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മക്കളായിട്ട് വരും ഊരാളുങ്കൽ എന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാം. എന്ത് നിർമ്മാണ പ്രവർത്തനം വന്നാലും ഉടനെ ഒരു ഊരാളുങ്കൽ. കാശ് തന്നതാരാ? അസൂയല്ല, കാശ് തന്ന നമുക്ക് കൃത്യം കണക്കറിയാനുള്ള അവകാശമുണ്ട്. മനസ്സിലായോ? നമ്മൾ തായ്ക്കണ്ടിയിലെ മറ്റേ ക്ഷേമത്തിന് വേണ്ടിയല്ലേ 707 കോടി തന്നത്. കൃത്യം കണക്ക് നിങ്ങൾ എപ്പോൾ പറഞ്ഞിരുന്നു? പലയിടങ്ങളിലായിട്ട് DYFI ഇത്ര രൂപ തന്നെന്ന് പറഞ്ഞില്ലേ? DYFI തന്നതിന്റെ കാര്യം എന്തിനാ ഇവിടെ എടുത്തിടുന്നത്? നമ്മൾ ജനങ്ങൾ തന്ന കാശിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ DYFIയുടെ കാര്യം പറയുന്നത് എന്തിനാ? ഞങ്ങൾ കണക്ക് പറയാം. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വീട് വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും മികച്ചത്. ഇതെല്ലാം നഷ്ടപ്പെട്ട കുറേ അധികം മനുഷ്യരാണ് അവിടെ ഉള്ളത്. ഈ പറയുന്ന പോലെ നമ്മൾ ഇപ്പോൾ വെച്ചു കൊടുക്കുന്ന വീടുകൾ അത് ചെറിയൊരു സഹായം മാത്രമാണ് അവർക്ക്. വലിയ സഹായം എന്ന് പറയുന്നത് നമ്മളെക്കാളൊക്കെ നല്ല രീതിയിൽ, മികച്ച രീതിയിലൊക്കെ ജീവിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവിടെ. സകലതും നഷ്ടപ്പെട്ട് അവരിപ്പോൾ ആ ഒരു വീടിനുള്ളിലേക്ക് ഒതുങ്ങുകയാണ്, നമ്മൾ വെച്ചു കൊടുക്കുന്ന വീടിനുള്ളിലേക്ക്. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യുമ്പോഴും അവർ ജീവിച്ച ഒരു സാഹചര്യം, കഴിഞ്ഞു വന്നിരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെടണം. നമ്മൾ അവർക്കൊപ്പമുണ്ട് എന്നുള്ള തോന്നൽ അവർക്കുണ്ടാകണം. അപ്പോൾ പിന്നെ നമ്മൾ ഈ വെച്ചു കൊടുക്കുന്ന വീടുകൾക്കകത്ത് വിള്ളലും പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാണോ? പിണറായി വിജയൻ വീട് വെക്കുന്നു, വിള്ളൽ ഉണ്ടാകുമോ? MV ഗോവിന്ദൻ വീട് വെക്കുന്നു, വിള്ളൽ ഉണ്ടാകുമോ? ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പറ. ഞങ്ങൾ നോക്കാം എന്താ സംഭവിച്ചെന്നുണ്ട്. താൻ വീട് വെച്ചു, വിള്ളൽ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ വയനാടിന് വെച്ചു കൊടുത്ത വീടിന് എങ്ങനെ ഈ വിള്ളല് വരുന്നത്? അത് പിന്നെ ഞങ്ങൾക്ക് അന്വേഷിക്കണം. അവിടുത്തെ ദുരന്തത്തെയും അതിജീവിക്കുന്ന തരത്തിലുള്ള വീടുകളാണ് നമ്മൾ അവിടെ പണിതത് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഇതാണോ അത്? ഇതാണോ അത്? പരിശോധിച്ചിട്ട് എന്താ വെച്ചാൽ പറയാം. പക്ഷെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഇതായിരുന്നില്ലല്ലോ. വയനാട് വെച്ചങ്ങ് അലക്കുമായിരുന്നല്ലോ. എണിച്ചു പോടാ അങ്ങോട്ട്, പോടാ. പണച്ചിട്ട് കേട്ടാ തോന്നുന്നു നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് 707 കോടി കൊടുത്തെന്ന് തോന്നുമല്ലോ. വിള്ളലുണ്ടായെന്ന് പറയുന്നത് നിസ്സാരമാണോ? അല്ല, ഞങ്ങൾ നോക്കിയിട്ട് അത് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. ഇനി അതിനകത്ത് വീണ്ടും കുറെ കാശ് മുടക്കണമെന്നാണോ? ഇവിടെ വെക്കുമ്പോ നല്ലതങ്ങ് വെച്ചാ പോരെ. ഡോറിന് പൊട്ടലുണ്ട്, ഡോറിന് പൊട്ടല് കണ്ടുപിടിച്ചിട്ടുണ്ട്.
അപ്പൊ എന്ത് തരം ഡോറാണോ നിങ്ങൾ അവിടെ വെച്ച് പിടിപ്പിച്ചത്? ഇപ്പൊ ഇവര് വേണേ കിടന്ന് ഇപ്പൊ നേരത്തെ ടൗൺഷിപ്പ് വന്നപ്പോ എല്ലാരും കൂടി ഉണ്ടാക്കിയത് എന്തോ രണ്ട് വിള്ളലുണ്ടപ്പോ ഉടനെ ആരുടെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കുന്നത്? ഇവിടുത്തെ ജനങ്ങൾക്ക് വയനാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്താ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഈ പറയുന്ന കേരളത്തിൽ ഓരോരുത്തർക്കും പോയി അവിടെ പോയി വീട് ഓരോന്നോരോന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? ഇല്ലല്ലോ. വിള്ളല് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടും. എന്ത് വന്നേക്കുന്നു? തനിക്കൊക്കെ നാണക്കേട് തോന്നില്ലേടോ? നാണക്കേട് തോന്നില്ലേ? പരിശോധിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അപ്പൊ ഇത്രയും നാൾ നിങ്ങൾ വീട് വെക്കുമ്പോ പരിശോധിച്ചില്ലായിരുന്നു? അത് പിന്നെ അതെങ്ങനെ വന്നു ഞങ്ങൾക്കൊന്ന് പഠിക്കണം. എങ്ങനെ വന്നു എന്ന് പഠിക്കണം. അതെ, അവിടുത്തെ ഭൂപ്രകൃതിന്റെ പ്രശ്നമാണോ ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ പറഞ്ഞതോ അവിടുത്തെ ഭൂപ്രകൃതി ഇനി ഉണ്ടാകുന്ന ദുരന്തങ്ങളെയും അതിജീവിക്കുന്നതാണ് വെച്ച വീടെന്ന് പറയുന്നതോ? അപ്പൊ പിന്നെ പഠിക്കാതാണോ നിങ്ങൾ വീട് വെച്ചത്? പഠിച്ചിട്ടല്ലേ വെച്ചത്. പക്ഷേ അപ്പൊ പിന്നെ എങ്ങനെ വിള്ളലുണ്ടായി? പോട്ടെ, വീടിന് വിള്ളൽ നിർത്ത്. വിള്ളല് പോട്ടെ, ഈ ഡോറിന് എങ്ങനെ പൊട്ടല് വന്നത്? ഡോറിൽ അമ്മാതിരി ഊച്ചാളിത്തരമായിട്ടുള്ള അമ്മാതിരി ഊച്ചാളി ഡോർ നിങ്ങൾ കൊണ്ടുവച്ചിട്ടല്ലേ അതിന് പൊട്ടലുണ്ടായത്? ഞങ്ങൾ അങ്ങനെ ചെയ്യുമോ മാനുവരെ? പിന്നെ എങ്ങനെയാണ് പൊട്ടിയത്? ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഞങ്ങൾ വയനാട് ടൗൺഷിപ്പിന് വേണ്ടിട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു പറയും? പിന്നെ എനിക്കങ്ങനെ അറിയാൻ നിങ്ങൾ തേക്കിന്റെ ഡോർ ആയിരുന്നു കൊണ്ടുവച്ചത്? ഇപ്പൊ സംഭവിച്ച പിഴവ് എന്താണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു. എടോ, അങ്ങനെ അവിടെ പിഴവ് സംഭവിക്കരുത് എന്നാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായോ? പിഴവ് സംഭവിക്കില്ലേ? നിങ്ങളുടെ കാലത്ത് മാത്രം നിങ്ങളുടെ കാലത്ത് മാത്രമല്ല, മറ്റവന്മാര് വന്നായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കുന്നത്. വേറെ കാര്യം, വീട് പോലും കൊടുക്കില്ലായിരുന്നു. ഭൂമി എവിടെ? ഫണ്ട് വീട് കോൺഗ്രസ് വീട് എവിടെ? കോൺഗ്രസ് എവിടെ? വെച്ചു കൊടുത്തത് ഇപ്പൊ എന്തുവായി? വെച്ചു കൊടുത്തത് 2 വീടിന്റെ വിള്ളലുണ്ടോ? നിക്കൂ, 2 വീടിന്റെ വിവരമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ബാക്കി വീടുകൾ അവിടുത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ. അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഞങ്ങൾ കലണ്ടർ ഒന്നും നോക്കിയില്ലല്ലോ കോൺഗ്രസിനെ പോലെ. അവിടെ വീട്ടില് ആണിയടിച്ച് കലണ്ടർ ഒന്നും നോക്കിയില്ലല്ലോ. അപ്പൊ ആണിയടിക്കാനും പറ്റൂലേടോ അവിടെ? ആണിയടിക്കാനൊക്കെ പറ്റും. പൊളിഞ്ഞു വീഴും അത്. പാർട്ടിന്റെ അങ്ങോട്ട് തുറന്നില്ല. അതിന്റെ ഇടയ്ക്ക് മറ്റേ കലണ്ടറും അടിക്കാണ് കോൺഗ്രസ് അവരുടെ വീട്ടില്. അതാ ചോദിച്ചാ, നീയൊക്കെ കൂടെ കൊന്ന് കൊല വിളിക്കുവോ നമ്മളെ? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നീയൊക്കെ വന്നാലും കണക്ക് തന്നെ, അവനൊക്കെ വന്നാലും കണക്ക് തന്നെ. ഇവിടെ ഇനി ആര് വരണം? എനിക്കതെല്ലാം മനസ്സിലാകാത്തത്. എടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂടാ. ആ മനുഷ്യന്മാര് സകലതും നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണോ അവര്? ഞങ്ങൾ അവർക്കൊപ്പമാണ് ആശാനെ. എന്നിട്ടാണോ ഇമാതിരി പണി കാണിക്കുന്നത്? മനുഷ്യ സഹജമായ പിഴവാണ് അത്. മനുഷ്യ സഹജമായ പിഴവ് പരിഹരിക്കാനുള്ള സമയം തരൂ. ഇനി എത്ര കാലം നിങ്ങൾക്ക് വേണം അത് പരിഹരിക്കാൻ? ഇനി 5 വർഷം കൂടെ തരണമെന്നാണോ? ആശങ്ക വേണ്ട. നിർത്ത. ഇനി 5 വർഷം കൂടെ തന്നാലേ നിങ്ങൾ അവിടെ പരിഹരിക്കത്തുള്ളൂ. ഭയം വേണ്ട, ആശങ്ക വേണ്ട. നിങ്ങൾക്ക് ടൗൺഷിപ്പ് തുടങ്ങിയിട്ട് എത്ര, ഇപ്പൊ ദുരന്തം നടന്നിട്ട് എത്ര വർഷമായി? 1 വർഷമല്ലേ? 2 വർഷം? 3? എന്തൊക്കെയായാലും ഞങ്ങൾക്ക് നല്ല ആർജവമുള്ള സർക്കാരാണ്. അതുകൊണ്ടാണ് വിള്ളല് വീണത്. ഇവിടെ ഇരിക്കുന്നത് ഉറപ്പായിട്ടും 4 വരെ. അത് കഴിഞ്ഞ് ഉറപ്പില്ല. 3.0 വീണ്ടും വരുമല്ലോ. എന്തായാലും ഞങ്ങൾ ഇത്രയും വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ 2 വിള്ളൽ നിങ്ങൾ ഇത്രയും വെച്ചു കൊടുത്തു. നിങ്ങളുടെ സർക്കാരിന്റെ അങ്ങനെ പണം ഞങ്ങളുടെ നേതൃത്വത്തിൽ ഇത്രയും വെച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ 2 വിള്ളൽ മാറ്റാതെ ഞങ്ങൾക്ക് പറ്റും കേട്ടോ. കാലം തെറ്റിയിരിക്കാം. എത്ര കാലം വരെ ഈ വീടുകൾ ഇങ്ങനെ പോകുമെന്ന് നമുക്കൊന്ന് കാണണം. ഇപ്പൊ ഇവര് അശുഭാപ്തി വിശ്വാസം വെച്ചോണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ നാട്ടുകാർ ഇത് പറയുന്നത്. നിങ്ങളല്ലേ മറ്റേ അങ്ങ് തള്ളി മറിച്ചത്. ഈ പ്രചരണ ആയുധമായിരുന്നല്ലോ, നിങ്ങളുടെ ഒരു പ്രധാന പ്രചരണ ആയുധം തന്നെ ആയിരുന്നല്ലോ ഈ പറയുന്ന വയനാട്. അങ്ങ് മറിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് മനുഷ്യപ്പറ്റുണ്ട് കേട്ടോ. ഇതില് ഒരുമാതിരി മറ്റേടുത്ത പണി കേട്ടോ. എന്നിട്ടാണ് ഊരാളുങ്കൽ വെച്ചു കൊടുത്തത്. നിങ്ങളുടെ അങ്ങ് മികച്ച കമ്പനിയാണല്ലോ ഊരാളുങ്കല്. ഊരാളുങ്കൽ അല്ലാതെ ഇവിടെ വേറെ കമ്പനി ഒന്നും ഇല്ലേ? ഇവിടെ വേറെ നിർമ്മാണ കമ്പനി ഒന്നും ഇല്ലേ? ഒരു ഊരാളുങ്കലും ഒന്ന് ആലോചിച്ച് നോക്കണേ. 10 വർഷമായിട്ട് എണിച്ചു പോടും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ ഊരാളുങ്കലിന് കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടങ്ങിയത്. ഇവർക്ക് നിർമ്മാണങ്ങൾ കൊടുത്തു തുടങ്ങി. ഇവരുടെ 10 വർഷക്കാലത്ത് ഊരാളുങ്കലിന് മാത്രമല്ലാതെ ഒരു പ്രോജക്റ്റ് പോയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വേറെ നിർമ്മാണ കമ്പനി ഒന്നും ഇല്ലേ? ഈ ഊരാളുങ്കൽ മാത്രമുള്ളൂ. നിങ്ങളുടെ കയ്യിലെ കാശ് എടുത്താണോ കൊടുക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിലെ കാശാണോ കൊടുക്കുന്നത്? ജനങ്ങളുടെ കാശാണ്. ടെൻഡർ വിളിക്കത്തില്ല. ഒരു രേഖയില്ലാതെ അങ്ങ് കൊടുത്തോളൂ അങ്ങ് ഊരാളുങ്കലിന്. ഞങ്ങൾ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാന് തന്റെയൊക്കെ തറവാട്ട് വകയാണ് എടുത്തങ്ങ് കൊടുക്കാനായിട്ട്. അവൻ്റെയൊക്കെ അമ്മൂമ്മയുടെ ഊരാളുങ്കല് ഒലക്കട മൂട്.
ഒലക്കര മൂട്